മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹം എന്ന മനുഷ്യ സ്വഭാവം അത്ര പരിപൂർണമാണ്. ഈ സ്നേഹം എന്ന വികാരം അത് ഇത്രയും പരിപൂർണമാവാൻ കാരണം അത് ആത്മാവിനെ പോലെ, അത് ഈശ്വരനെ പോലെ ഒരേ അവസ്ഥയിൽ ഉള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊരു വികാരത്തിനും ഇത്രയും അവസ്ഥയിൽ. ഇനി ഒന്നുകൂടെ ഉള്ളത് സത്യം എന്ന വികാരമാണ്. അത് പക്ഷെ സ്നേഹം പോലെ പ്രകടിപ്പിക്കാൻ പറ്റുന്നതൊന്നും അല്ല സത്യം, അത് പാലിക്കുന്നതാണ്. സത്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു വാക്കുണ്ട്. ഈ സ്നേഹം പോലെ തന്നെ നമ്മൾ ഈ പറയുന്നതെല്ലാം അതിനും ബാധകമാണ്. സത്യം, നമ്മളും അതിന്റെ അർത്ഥമൊക്കെ വേറെ അർത്ഥത്തിലാണ്. കള്ളം പറയരുത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ സത്യത്തിനെ, സത്യം എന്ന വാക്ക് എടുക്കുന്നത്. അതിന്റെ ഒന്നും അർത്ഥമൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിലൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും പറയും അതിനെക്കുറിച്ച്. സത്യം എന്ന ആ അവസ്ഥയ്ക്ക് തുല്യമാണ് ഈ ആത്മാവും ഈശ്വരനും ഈ സ്നേഹം എന്ന വാക്കും. ഈ പ്രപഞ്ചത്തിലെ സർവവും ഒടുവിൽ അവസാനിക്കുന്നത് സ്നേഹമെന്ന വികാരത്തിലാണ്. ഇത് ഊർജദായകമാണ്. ജീവികൾക്ക് ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് വരെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഊർജമാണ് സ്നേഹ ഊർജം. മറ്റെല്ലാ ഊർജങ്ങളും ഒടുവിൽ വന്നു ലയിക്കുന്നത് ഈ സ്നേഹത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ണു തുറന്ന് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ സർവവും സ്നേഹത്താൽ ബന്ധിതമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ കുമാരനാശാൻ പറഞ്ഞത്, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. അദ്ദേഹം കാര്യമായി നോക്കിയിട്ടാണ് പറഞ്ഞത്. ഒന്നാമത് അദ്ദേഹത്തിന് വളരെ പ്രശസ്തനായ ഗുരുവൊക്കെ ഉണ്ടായിരുന്നു. മറ്റ് വികാരങ്ങളെക്കാൾ, മറ്റ് മനുഷ്യ സ്വഭാവങ്ങളെക്കാൾ ദിവ്യതയോട്, ദൈവീകതയോട്, ഈശ്വരനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വികാരമാണ് ഈ സ്നേഹമെന്ന ആത്മീയ വികാരം. അതൊരു ആത്മീയ പ്രതിഭാസമാണ്. അത് വളരെ ദിവ്യമായ ഒരു അനുഭൂതിയാണെന്നൊക്കെ കവികൾ പാടിയിട്ടുണ്ട്. പ്രകൃതിയും കാലവും ഒരുമിച്ച് പാടി പ്രേമം ദിവ്യമായ അനുഭൂതി. അതൊരു ദിവ്യമായ അനുഭൂതിയാണ്. ഏത് തരം സ്നേഹവും ഒറിജിനൽ ആണെങ്കിൽ, കപട സ്നേഹം അല്ലെങ്കിൽ, ശരിയായ നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ലെങ്കിൽ, ശരിയായ സ്നേഹം ലൗകികമല്ല, അത് ആത്മീയമാണ്. നമ്മളിൽ തന്നെയാണ് ഉള്ളത്, അത് ആത്മീയമാണ്. ആത്മീയ സ്നേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ ഉണ്ടാവില്ല, അതിന് ഒരു തരത്തിലുള്ള ഡിമാൻഡും കാണില്ല, അത് പ്രതിഫലം ഇച്ഛിക്കില്ല, അത് നൽകിക്കൊണ്ടേയിരിക്കും. അതാണ് ഒറിജിനൽ സ്നേഹം. ഈശ്വരൻ അതാണ് ചെയ്യുന്നത്, ഗുരുക്കന്മാർ ചെയ്യുന്നത്, മാസ്റ്റേഴ്സ് ചെയ്യുന്നത് അതാണ്. അവതാരങ്ങൾ അതാണ് ചെയ്തത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യുന്നവരുണ്ട്, അതിനെ മനസ്സിലാക്കി ചെയ്യുന്ന അപൂർവം മനുഷ്യരുമുണ്ട്. പക്ഷേ നമുക്കത് പറ്റുമോ ഇല്ലയോ എന്നല്ല, നമ്മൾ അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുകയെങ്കിലും വേണം. സ്നേഹം വാസ്തവത്തിൽ ലൗകികമല്ല. മറ്റേ സിനിമാ സ്നേഹം അത് പൂർണ്ണമായും പ്രേമമെന്ന അർത്ഥത്തിൽ അത് ലൗകികമാണ്. അത് ഈ ലോകവുമായി ബന്ധപ്പെട്ടതാണ്. അത് ശാരീരികമാണ്. അത് ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. യഥാർത്ഥ സ്നേഹം ദിവ്യമാണ്, ആത്മീയമാണ്, പുണ്യമാണ്, പവിത്രമാണ്. സ്നേഹത്തെ നമുക്ക് പ്രവർത്തിച്ച് നിർമ്മിക്കാൻ കഴിയില്ല. നമ്മൾ ഏതെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ട് സൃഷ്ടിക്കാനാവുന്നതല്ല സ്നേഹം. അത് സ്വയം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറഞ്ഞു. അത് നമ്മുടെ ജന്മനാൽ നമ്മളിൽ ഉണ്ടായിരിക്കും. അത് ഏറ്റവും കൂടുതൽ വികാരം ഉണ്ടാവുന്നത് നമ്മുടെ മനസ്സിലും പ്രത്യേകിച്ച് ഹൃദയഭാഗത്താണ്. വാസ്തവത്തില് നമ്മുടെ ചിന്തകളെല്ലാം ഉണ്ടാവുന്നത് ബ്രെയിനിലാണ്. നമ്മൾ ചിന്തിക്കുന്നത് തല കൊണ്ടാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ വികാരം മാനസികമായത് ഹൃദയവുമായി ബന്ധപ്പെടും. ഈ സ്നേഹമെന്ന വികാരം ശരിക്കും ഹൃദയത്തിനോടാണ് കൂടുതൽ ബന്ധം. എങ്ങനെയോ തെറ്റായിട്ട് ഹൃദയത്തിന്റെ അടുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം കവികളും സാഹിത്യകാരന്മാരും പറഞ്ഞ് അത് കരളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കരളുമായിട്ട് ഈ സ്നേഹമെന്ന വികാരത്തിന് വലിയ ബന്ധമൊന്നുമില്ല. നമ്മൾ കാര്യങ്ങളെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ കുഴച്ചു മറിച്ചിട്ടേക്കുന്നത് കൊണ്ട് കരളെ എന്നൊക്കെ വിളിക്കുന്ന വാക്കുണ്ട്.
വാസ്തവത്തില് അത് ഹൃദയവുമായിട്ടാണ് അതിനൊരു ബന്ധം. ഹൃദയത്തിന്റെ പിക്ചർ കണ്ടാല് സ്നേഹത്തിന്റെ ഒരു സിമ്പൽ കൊടുക്കുന്നത് ഒരു ഹൃദയത്തിന്റെ സിമ്പലിലാണ്, രൂപത്തിലാണ്, നെഞ്ചിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് പോലും. അതുകൊണ്ടാണ് ഇതിന് ആത്മീയമായ പ്രധാനപ്പെട്ട ഒരു വികാരം എന്ന് പറയുന്നത് തന്നെ. പ്രവർത്തിച്ച് ഏതെങ്കിലും ഒരു ക്രിയ ചെയ്ത് നമുക്ക് നിർമ്മിച്ച് സംഭരിക്കാൻ പറ്റുന്നതല്ല ഈ സ്നേഹം. അതൊരു സത്യമായ അവസ്ഥയാണ്, പവിത്രമായ ഒരു അവസ്ഥയാണ്. നമ്മളിൽ അത് സ്വയം സംഭവിക്കുന്നതാണെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞു. നമുക്കത് പ്രവർത്തിച്ച് നിർമ്മിക്കാൻ ഒക്കുമായിരുന്നുവെങ്കിൽ നമ്മളത് ചെയ്യുമായിരുന്നു. അങ്ങനെ പറ്റില്ല, പലതും അങ്ങനെ പറ്റില്ല. അതിൽ സ്നേഹം പ്രത്യേകിച്ചും. നമ്മളിൽ സഹജമായി കൂടെ ജനിക്കുന്നതാണ് സഹജം. സഹജം മീൻസ് കൂടെ ജനിക്കുന്നത്, നമ്മളോടൊപ്പം തന്നെ വരുന്നതാണ്. നമുക്ക് പക്ഷെ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും, നമുക്കിതിനെ ശീലിക്കാൻ പറ്റും. നമ്മൾ മെനക്കെട്ടാൽ നമ്മളിൽ സ്നേഹം കൂടുതൽ വളർത്തിയെടുക്കാൻ പറ്റും. നമുക്കതിനെ പരിപോഷിപ്പിക്കാൻ കഴിയും. അത് സ്വയം ഉണ്ടാകുന്നു, സ്വയം വളരും. പക്ഷേ നമ്മൾ അതിനെ വെള്ളവും വളവും കൊടുത്ത് പരിപോഷിപ്പിക്കാൻ പറ്റും. നമ്മളത് ചെയ്യണം. അതിന് ഈശ്വരനാമജപവും മറ്റു ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ കുറച്ച് ഈ കാര്യങ്ങളിൽ അറിവ് നേടി അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ ഇത് കൂടുതൽ വളരും. നമ്മൾ നിർബന്ധമായി വിചാരിച്ചാൽ എനിക്ക് കുറച്ച് സ്നേഹം വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിൻ്റെതായ ഒരു സാഹചര്യം ഒരുങ്ങി വരണം. പണം നൽകി ധാരാളം കാര്യങ്ങൾ മനുഷ്യന് വാങ്ങാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ എത്ര പണമുണ്ടെങ്കിലും പണം നൽകി ഒരിക്കലും ഒരു ശതമാനം സ്നേഹം പോലും നമുക്ക് ആരിൽ നിന്നും വാങ്ങാൻ കഴിയില്ല. വളരെ വലിയ പണക്കാരന്മാർക്ക് ധാരാളം ജോലിക്കാരുണ്ടാവും, അവരുടെ വീട്ടിലോ അവരുടെ ഓഫീസുകളിലൊക്കെ. അവർക്ക് കുറച്ച് പണം കൊടുത്ത് കുറച്ച് സ്നേഹം വാങ്ങാം എന്നുള്ളത് വെറും മിഥ്യാധാരണയാണ്. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാൻ പറ്റും, മര്യാദ കൊടുത്ത് നമുക്ക് സ്നേഹം വാങ്ങാൻ പറ്റും. നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് കൊടുത്ത് നമുക്ക് അതിന്റെ ഇരട്ടി വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. പക്ഷെ ഒരിക്കലും പണം കൊടുത്ത് നമുക്ക് സ്നേഹം വാങ്ങാൻ കഴിയില്ല. പുറമേക്ക് നമ്മൾ പണം കൊടുക്കുന്ന ആള് സ്നേഹം അഭിനയിക്കും. അങ്ങനെ ധാരാളം സംഭവിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ അഭിനേതാക്കൾ മനുഷ്യരാണ്. നാടകത്തിൽ അഭിനയിക്കുന്നവരും സിനിമയിൽ അഭിനയിക്കുന്നവരും അവരവരുടെ ഉപജീവന മാർഗമായിട്ട് അത് ചെയ്യുന്നു എങ്കിലും മനുഷ്യന്റെ അഭിനയം മോശമൊന്നുമല്ല. എല്ലാ മനുഷ്യരും നല്ല ഒന്നാം തരം അഭിനേതാക്കളാണ്. പണം വാങ്ങിക്കൊണ്ട് സ്നേഹം നൽകുന്നു എന്ന് അഭിനയിക്കാം, അത് സ്നേഹമല്ല, അത് വെറും കപട നാടകമാണ്, കപട നാട്യമാണ്. പണം നൽകിയോ മറ്റേതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചോ നമുക്കൊരിക്കലും യഥാർത്ഥ സ്നേഹം വാങ്ങാൻ കഴിയില്ല. നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മളിൽ നിന്നും ആർക്കും സ്നേഹം വാങ്ങാൻ കഴിയില്ല. പുറമേക്ക് നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് അഭിനയിക്കുന്നതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യൻ കാണിക്കുന്ന നാടകങ്ങളിലെ, മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന നാടകത്തിലെ ഏറ്റവും വലിയ നാടകമാണ് കപട സ്നേഹ നാടകം. സാഹചര്യങ്ങൾ ഒരുങ്ങിയാൽ, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഒരു വ്യക്തി സ്വമേധയാ മറ്റൊരാളിനെയോ മറ്റാൾക്കാരെയോ എല്ലാവരെയും സ്നേഹിക്കും. പക്ഷെ ഒരിക്കലും ഒരു തരത്തിലും ഇന്ത്യൻ പട്ടാളം മുഴുവനും വിചാരിച്ചാലും ഒരു പാകിസ്ഥാനിയെ കൊണ്ട് ഇന്ത്യയെ സ്നേഹിപ്പിക്കാൻ പറ്റില്ല. അത് ഉള്ളിൽ നിന്നും വരണം, സ്നേഹം ഉള്ളിൽ നിന്നും ഉണ്ടാവണം. അയാൾക്ക് ആ സ്നേഹം അയാൾ പോലും അറിയാതെ തന്നെ സംഭവിക്കുകയും വേണം. അയാൾക്ക് താല്പര്യമെടുക്കാം, അയാൾക്ക് പരിപോഷിപ്പിക്കാം, അയാൾക്ക് വളർത്തിയെടുക്കാം, അയാൾക്കത് പ്രകടിപ്പിക്കാം, അതൊക്കെ ചെയ്യാം. വളരെ നിഗൂഢമായ രീതികളുള്ള ജീവിതം പോലെ തന്നെ നിഗൂഢമായ ഈ സ്നേഹത്തിനെ നമുക്ക് സംഭരിച്ചു വെക്കാനും കഴിയില്ല. നാളെ കൊടുക്കാം എന്നും പറഞ്ഞ് സംഭരിച്ചു വെക്കാൻ കഴിയില്ല. അത് നിർമ്മിച്ച് സംഭരിച്ച് ശേഖരിച്ചു വെക്കാൻ പറ്റില്ല.
അങ്ങനെ ശേഖരിച്ചിട്ട് പിന്നൊരിക്കൽ കൊടുക്കാനും പറ്റില്ല. സ്നേഹിക്കാൻ കഴിയും, സ്നേഹിക്കപ്പെടാൻ കഴിയും, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ കഴിയും, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയും. നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ സ്നേഹത്തിന് നമുക്കതിന്റെ അവസ്ഥകളെ കുറിച്ച് നമ്മൾ അതിനെ കൂടുതൽ ചിന്തിച്ചാൽ, മനുഷ്യന്റെ കാര്യമാണ് ഇനി പറഞ്ഞു തുടങ്ങുന്നത്. ജീവികൾ അതങ്ങനെ നിൽക്കട്ടെ. നമ്മുടെ ഇടയിൽ സ്നേഹത്തിന് 3 തലങ്ങളായിട്ട് കൊടുക്കാം. ഒന്ന്, നമ്മൾ പ്രാഥമികമായി മൃഗങ്ങളിൽ പെടുന്നു. മൃഗമാണ് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും താഴ്ന്ന ലെവൽ, സ്നേഹത്തിന്റെ ഏറ്റവും താഴ്ന്ന പ്രകടനം ശാരീരികമാണ്. അതായത് മൃഗീയമാണ്. എല്ലാ മൃഗങ്ങളെപ്പോലെ ശാരീരികമായ അവസ്ഥയിലുള്ള സ്നേഹം, ജന്തുപരമായ സ്നേഹം, ശരീരങ്ങൾ തമ്മിലുള്ള ആകർഷണത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹം. 3 തലങ്ങളിൽ മനുഷ്യനേക്കാൾ താഴ്ന്നാണ് ഈ സ്നേഹം നിൽക്കുന്നത്. ഇത് ലൈംഗികപരമായ സ്നേഹമാണ്, ഇത് ശാരീരികമാണ്, ഇത് ജീവിപരമാണ്. ഈ സ്നേഹത്തിന് ഒരു ഉയർന്ന അർത്ഥമൊന്നുമില്ല. അത് ഈ പ്രകൃതി എല്ലാ ജീവജാലങ്ങളിലും ശാരീരികമായി കൊടുത്തിരിക്കുന്ന ഒരു സ്നേഹമാണ്, ഒരു അടുപ്പമാണ്. ശരിക്കും ജന്തുക്കൾക്കോ ജീവികൾക്കോ മനുഷ്യനോ പോലും അതിൽ വലിയ നിയന്ത്രണമില്ല. അത് പ്രകൃതി ഈ ജീവജാലങ്ങളുടെ സൃഷ്ടിയിൽ ചേർത്തിരിക്കുന്നതാണ്. വംശവർദ്ധനയ്ക്കായി സർവ്വജീവജാലങ്ങളും വംശം വർദ്ധിപ്പിക്കാനായി പ്രകൃതി തന്നെ കൊടുത്തിരിക്കുന്ന, എല്ലാ ജീവികളിലും മനുഷ്യനിലും കൊടുത്തിരിക്കുന്ന നിലനിൽപ്പിനുള്ള ഒരു സംവിധാനമായിട്ടുള്ള, അതിന്റെ ഭാഗമായിട്ടുള്ള സ്നേഹപ്രകടനം. എല്ലാ ജീവികളും മനുഷ്യരും ഈ സ്നേഹപ്രകടനത്തിന് വിധേയരാണ്. ഈ ശാരീരികമായ ഈ സ്നേഹത്തിനെ നിയന്ത്രിക്കുന്നത് ജീവികളല്ല, മനുഷ്യരല്ല, അത് പ്രകൃതിയാണ്. എല്ലാ ജീവജാലങ്ങളും ഈ മൃഗീയ പ്രേമത്തിന് അടിമയാണ്. മനുഷ്യരും അതിൽ തന്നെ പെടും. ഇത് നൈമിഷികമാണ്. ഈ സ്നേഹത്തിനൊരു സാർവലൗകികതയൊന്നുമില്ല. ഇതിനെയാണ് മലയാളത്തിൽ പ്രേമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറ്റാണെങ്കിലും അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വലിയ വലിയ ഉന്നതമായ മാനസികാവസ്ഥയൊന്നുമില്ല ഇതിന്. ഇതാണ് സ്നേഹത്തിന്റെ ഒരു പ്രധാന രൂപമെന്ന് മനുഷ്യനും വിചാരിക്കുന്നു. മനുഷ്യൻ ഇതിന് അറിയാതെയും അറിഞ്ഞും പ്രാധാന്യം കൊടുക്കുന്നു. ഇത് മൃഗത്തിന്റെ അനിമൽ ലൈക്ക് ലവ് ആണ്. ഇതിന് വലിയ ഒരു ഉയർന്ന ഉന്നതമായ ഒരു അവസ്ഥയില്ല. ഇതിന് മനുഷ്യൻ പ്രാധാന്യം കൊടുക്കുന്നു. ഇതിനെന്തോ വിലയുണ്ട് എന്ന് മനുഷ്യൻ ഉറച്ചു വിശ്വസിക്കുന്നു. മനുഷ്യൻ മൃഗത്തിന്റെ തലത്തിൽ നിന്നും ഉയരാത്തത് കൊണ്ട് അവൻ അതിനൊരു പ്രാധാന്യം കൊടുത്ത് ജീവിച്ചു പോകുന്നു. കാരണം എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയാത്തതിന്റെ ഭാഗമായിട്ടുള്ള ജീവിതം. ഇനി രണ്ടാമത്തെ തലം, അത് മാനുഷിക സ്നേഹമാണ്. ശരീരത്തിൽ നിന്നും മാറി മാനുഷികമെന്ന് പറയാം, മനുഷ്യനുമായി ബന്ധപ്പെട്ടതെന്ന് പറയാം. കാരണം മറ്റ് ജീവികൾക്ക് ഇത് അത്ര ബാധകമല്ല. അതുകൊണ്ട് മാനുഷികമായ സ്നേഹം, അതിനേക്കാൾ ഉപരി മാനസിക സ്നേഹം. മറ്റത് ശാരീരികം, സർവ്വജീവജാലങ്ങളെ പോലെ മനുഷ്യനിലുമുള്ളതാണ് ശാരീരികം. ഇതങ്ങനെയല്ല, മാനുഷികം. വേറെ രീതിയിൽ പറഞ്ഞാൽ മാനസികം, മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു നേരത്തെ പറഞ്ഞത് താഴ്ന്ന ഒരു ലെവലാണെങ്കിൽ ഇത് സാധാരണ ലെവലാണ്, സാധാരണ പ്രേമം. ഇത് സാർവലൗകിക പ്രേമമൊന്നും അല്ല.
ഈശ്വരനുമായി നേരിട്ട് വലിയ ബന്ധമുള്ള ഒരവസ്ഥയല്ല ഇത്. ഈ സ്നേഹത്തിനെയാണ് മലയാളി പ്രേമം എന്ന് വിളിക്കുന്നത്. ഇത് മാനസികമാണ്. ഇതാണ്, ഈ അവസ്ഥയെക്കുറിച്ചാണ് മനുഷ്യൻ അറിയുന്നതും. ശരീരത്തിനും പ്രകൃതിപരത്തിനും ജൈവപരത്തിനും അപ്പുറത്തേക്ക് സ്നേഹം ഉയരുമ്പോൾ അത് മാനസിക ഭാവതലത്തിലാവുന്നു. ശരീരത്തിനപ്പുറത്ത് മാനസികമായ തലത്തിൽ എത്തുന്ന അവസ്ഥ സ്നേഹം. ഇതാണ് ശരിയായ സ്നേഹത്തിന്റെ താഴത്തെ നില, മനുഷ്യ സ്നേഹം. ഇത് ആദ്യം പറഞ്ഞതുപോലെ താൽക്കാലികമല്ല, നൈമിഷികമല്ല. ഇതിന് ഉദാഹരണം പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഭാര്യ ഭർത്താക്കൻ, കാമുകി കാമുകന്മാർ. ഒന്നാമത്തെ ഉദാഹരണം, കൗമാരപ്രായത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുണ്ടാകുന്ന ആകർഷണത്തിൽ നിന്നും, ആകർഷണം പ്രിയമാണ്, അനിമലാണ്, ആകർഷണത്തിൽ നിന്നും ഉയരുന്ന, അതിനേക്കാൾ അടുത്ത തരത്തിലോട്ട് പോകുന്ന മാനസികമായ സ്നേഹം. ഇത് തന്നെയാണ്, അവര് തന്നെയാണ് പിന്നെ ഭാര്യ ഭർത്താവ് ആയാൽ ഉണ്ടാവുന്നതും ഇത് തന്നെയാണ്. പക്ഷെ ഈ സ്നേഹത്തിന് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പത്തിലോട്ട് പോകുന്ന സ്നേഹമാണ്. ഇതാണ് ഈ ഭൂമിയിലെ മുഴുവൻ ആൾക്കാരും, നമ്മളെല്ലാവരും സ്നേഹമെന്ന് കരുതുന്നത് ഈ അവസ്ഥയാണ്. ഇത് മാനസികവും ശാരീരികവുമായി ചേർന്നതാണ്. കൂടുതൽ മാനസിക തലത്തിലോട്ട് പോകും എന്നേ ഉള്ളൂ. മനുഷ്യൻ അറിയുന്ന സ്നേഹവും മനുഷ്യൻ പ്രാധാന്യം കൊടുക്കുന്നതും ഈ അവസ്ഥയാണ്. നമ്മൾ ഇതിനെയാണ് സ്നേഹം എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞതിനെയും വിളിക്കും സ്നേഹമെന്ന്, അല്ല അർത്ഥമൊന്നുമില്ല. ഇതിനെയും വിളിക്കും, ഈ അവസ്ഥയെയും നമ്മൾ സ്നേഹം എന്നാണ് വിളിക്കുന്നത്. ഈ സ്നേഹത്തിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇത് കഴിഞ്ഞാലാണ് ശരിയായ സ്നേഹം. അത് മനുഷ്യനിൽ തന്നെ ഉണ്ടാവുന്നതാണ്, നമ്മളിൽ കുറേശ്ശെ ഉള്ളതുമാണ്. അതിനെക്കുറിച്ച് അറിയേണ്ടത് 3 തലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ തലം. ഈ രണ്ടാമത്തെ തലത്തിലാണ് മനുഷ്യൻ ഒന്നാം തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥ. എന്തോ ഉണ്ട് എന്നും പക്ഷെ ഒന്നുമില്ല എന്നും മനുഷ്യന് തോന്നുന്ന ഒരവസ്ഥ. ഇത് ഒരു ഒറിജിനൽ സ്നേഹമാണെന്ന് തോന്നുന്ന സ്നേഹം, തുടങ്ങുമ്പോൾ കൊള്ളാവുന്ന സ്നേഹം. കോളേജിലൊക്കെ പഠിക്കുമ്പോഴും അത് കഴിഞ്ഞും ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള പ്രേമവും സ്നേഹവും ഒക്കെ ഒരു ബഹളമുണ്ടല്ലോ. അത് പ്രകൃതിയുടെ ഒരു കളി അതിനകത്തുണ്ട് എങ്കിലും മനുഷ്യന്റെ റോളും അതിനകത്തുണ്ട്. ജീവിതം സഫലമായി ഇനി സ്വർഗമാണ് എന്ന് കരുതുന്ന ഒരു സമയം, അത് തന്നെയാണ് വിവാഹം കഴിക്കുമ്പോഴും ഉണ്ടാവുന്നത്, ഭാര്യ ഭർത്താവ് തമ്മിലും. പക്ഷേ ഒടുവിൽ അവരെവിടെ അവസാനിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഇവരുടെ സ്നേഹം പിന്നെ എവിടെയാണ് പോകുന്നത്? ഈ കാമുകനും ഭാര്യയും ഭർത്താവും ഇവരൊക്കെ പിന്നെ എവിടെ അവസാനിക്കുന്നു? എന്തുകൊണ്ട് അങ്ങനെ അവസാനിക്കുന്നു? എന്തുകൊണ്ടാണ് അത് നിലനിൽക്കാതെ പോകുന്നത്? കാരണം അതിനപ്പുറത്തേക്ക് ഉള്ള കാര്യമാണ് എന്ന് ഇത് നമ്മൾ അറിയുന്നില്ല, നമ്മളോട് ആരും പറയുന്നുമില്ല, നമുക്ക് തിരക്കാൻ സമയമില്ല. കാരണം കഷ്ടത കൊണ്ട് ഇതെങ്ങനെ തിരക്കാൻ പറ്റും? ഈ പറഞ്ഞ സ്നേഹത്തിന്, ഇപ്പൊ പറഞ്ഞ സ്നേഹത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കുക. രണ്ടുപേർ ചേർന്നുള്ളതാണ്. ഇതിപ്പോ ഭാര്യ ഭർത്താവോ കാമുകനോ മാത്രമല്ല, രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം, അതിലും സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കാം. പുരുഷന്മാർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം, അമ്മയും മക്കളും തമ്മിലുള്ളത്, അച്ഛനും മക്കളും തമ്മിലുള്ളത്, നമ്മളെ സമൂഹത്തിലെ സഹപ്രവർത്തകർ തമ്മിലുള്ളത്, എവിടെയും ഈ സംഭവം വരും. നീ എടുത്ത് കൂടുതൽ പറഞ്ഞത് അതിനാണ് മനുഷ്യൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഈ സ്നേഹം, ഇപ്പൊ പറഞ്ഞ എല്ലാത്തരം സ്നേഹങ്ങളും ഇതെല്ലാം സ്നേഹം തന്നെയാണ്, കുറച്ചുകൂടെ ഉയർന്ന സ്നേഹമാണല്ലോ. ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഈ സ്നേഹത്തിന് വളരെ കുഴപ്പം സംഭവിക്കുന്നത്, മനുഷ്യൻ അവന്റെ സ്വമേധയാ അവന്റെ ജീവിതം എടുത്താൽ അവൻ പോലും അറിയാതെ അവനിൽ അഹന്ത നിലനിൽക്കുന്നു, ഈഗോ നിലനിൽക്കുന്നു, അഹംഭാവം നിലനിൽക്കുന്നു.
അവനെ നിയന്ത്രിക്കുന്നത് ഞാനെന്ന ഭാവമാണ്. ഞാനാണ് ഏറ്റവും കൂടിയത് എന്ന് തോന്നുന്ന, ചിന്തിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് നമ്മൾ മനുഷ്യർ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹബന്ധത്തിൽ വരുമ്പോൾ എയും ബിയും തമ്മിൽ, അത് ഭാര്യ ഭർത്താവട്ടെ ഏത് ബന്ധുവാവട്ടെ, ഒരാൾ മറ്റൊരാളിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, ഒരാൾ മറ്റൊരാളിനെ കീഴിലാക്കാൻ ശ്രമിക്കുന്നു, അധികാര സ്വഭാവം കാണിക്കുന്നു. നമ്മൾ പോലും അറിയാതെ സ്നേഹത്തിനകത്ത് കയറി വരികയാണത്. ഒന്നും അറിയില്ലല്ലോ, സ്നേഹവും അറിയില്ല, ഒന്നും അറിയില്ല, അധികാരഭാവം. അങ്ങനെയാണ് ഈ കാമുകന്മാർ കുറച്ച് ദിവസം ആടി പാടി നടന്നിട്ട് മധുവിധു എല്ലാം കഴിഞ്ഞിട്ട് നേരെ എവിടെയാണ് ഡൈവോഴ്സ് കോടതി, കുടുംബ കോടതി എവിടെയെന്ന് തിരക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും ഇതാണ്. ഒന്നും മനസ്സിലാവാതെയാണ് ചാടി പുറപ്പെടുന്നത്. ഇനിയെല്ലാം സ്വർഗീയം എന്ന മട്ടിൽ. നമ്മളാണെങ്കിൽ നിറയെ അഹംഭാവമാണ്. വളരെ കുഞ്ഞുനാൾ തൊട്ടേ അത് തന്നെ. നമ്മൾ സ്നേഹത്തോടെ ജനിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ അപ്പുറത്ത് നമ്മളെ കൂടെ നിൽക്കുന്ന സാധനമാണ് അഹംഭാവം, അഹങ്കാരം, ഈഗോ. അതാണ് നമ്മളോടൊപ്പം വളരുന്നത്. നമുക്ക് 6 മാസം ഉള്ളപ്പോൾ 6 മാസത്തെ അഹംഭാവം അതിങ്ങനെ കൂടി 15, 20, 25 വയസ്സാകുമ്പോൾ എത്രയോ ഇരട്ടിയാവും. ആ സമയത്താണ് വിവാഹവും മറ്റ് ബന്ധങ്ങളും ഒക്കെ വരുന്നത്. നമ്മൾ അധികാരഭാവം കാണിക്കും. മാത്രവുമല്ല, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ അധികാര വടംവലി എല്ലായിടത്തും ഉണ്ടല്ലോ. അധികാര വടംവലി മനുഷ്യനിൽ എല്ലാ ബന്ധങ്ങളിലും അതുണ്ട്. അത് വളരെ പ്രകടമാകുന്നത് ഈ ഫലത്താണ്. അധികാര വടംവലി. വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ അധികാര വടംവലി, സഹോദരങ്ങൾ തമ്മിൽ വടംവലി. സ്നേഹം അവിടെ നിൽക്കും, വടംവലി കൂടുതൽ. എല്ലാ ബന്ധങ്ങളിലും ഇത് വളരെ ദൃശ്യമാണ്. രാഷ്ട്രീയം, കുടുംബ രാഷ്ട്രീയം, സഹോദര രാഷ്ട്രീയം, ഭാര്യ ഭർത്താവ് രാഷ്ട്രീയം, കാമുക രാഷ്ട്രീയം, എല്ലാം പൊളിറ്റിക്സിൽ അവിടെ തമ്മിലടിയാണ്. ഈ സ്നേഹം അവിടെ കണ്ടീഷൻ വരുന്നു. ഞാൻ പറയുന്നത് കേൾക്കണം, എന്റെ ആഗ്രഹങ്ങൾ സാധിക്കണം, എന്റെ കീഴിൽ വരണം. ഇത് പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ മത്സരം തുടങ്ങും. സ്നേഹമൊക്കെ ആകാശത്തൂടെ പറക്കും. എന്താണെന്ന് അറിയാൻ പറ്റാതെ വെറും പിടിവാശി മാത്രം. കടുത്ത പിടിവാശി, കടുത്ത നിർബന്ധ ബുദ്ധി, കടുത്ത അഹംബോധം, കടുത്ത അഹംഭാവം. പിന്നെ എവിടെ സ്നേഹം? അത് പോയി. അസൂയ ഒരിക്കലും ഉണ്ടാവാത്ത ഒരു വികാരം. കാമുകന്മാർ തമ്മിൽ അത് ഉണ്ടാവാൻ പാടില്ല. അതുണ്ട്, ഉണ്ടാവും ക്രമേണ. ഭാര്യ ഭർത്താവ് തമ്മിൽ അത് വേണ്ട, പക്ഷെ അത് തന്നെ ഉണ്ട്. ഒരു ബന്ധങ്ങൾ തമ്മിലും സ്നേഹം ഉണ്ടാവുമ്പോൾ ഈ പറയുന്ന അസൂയ വേണ്ടതില്ല, പക്ഷെ അത് വരും. ആവശ്യങ്ങൾ അവർ പരസ്പരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഭരണമാണ് പ്രധാന ഉദ്ദേശം. കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. പ്രകൃതി അവരെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നതാണ് പോയി തൊലയാൻ. നല്ല ഒന്നാം തരം സ്നേഹരൂപമുള്ളപ്പോൾ പോലും നമ്മൾ ഈ പറഞ്ഞ കുഴപ്പങ്ങളെല്ലാം വന്നു കയറും. സ്നേഹവും വെറുപ്പും ദേഷ്യവും ബഹളവും അടിയും പിടിയും എല്ലാം ഒരുമിച്ച് മിക്കവാറും മടുത്തു പോകുന്ന ഒരവസ്ഥയെത്തും. അടിസ്ഥാനമായിട്ട് സ്നേഹം എന്ന വികാരം ഉള്ളപ്പോഴാണ് ഈ അവസ്ഥ. സ്വാർത്ഥത നിർണായകമായ പങ്ക് വഹിക്കും. അഹംഭാവത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒന്നാന്തരം കൂട്ടുകക്ഷിയാണ് സ്വാർത്ഥത, സെൽഫിഷ്നെസ്. അതിലൂടെ വന്നു കയറിയാൽ സ്നേഹം പൊടി പോലും ബാക്കി അവിടെ ഏരിയയിൽ കാണില്ല. അപൂർണമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിറഞ്ഞ പങ്കാളികൾ തമ്മിൽ വഴക്കിടുകയും പോരടിക്കുകയും സ്വന്തം സ്വസ്ഥത നശിപ്പിക്കുകയും ഒടുവിൽ കടുത്ത ശത്രുക്കളായി തീരുന്ന സ്നേഹം. തുടങ്ങിയപ്പോൾ എന്തുമാത്രം വെല്ലുവിളി കാര്യമായിരുന്നെന്നു. തുടങ്ങിയത് എങ്ങനെ? ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ അവസ്ഥയെന്നും പറഞ്ഞ് തുടങ്ങിയതാ. പക്ഷേ വെറും ദിവസങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളായി തീരുന്നു ഈ രണ്ടുപേർ തമ്മിൽ. ആ രണ്ടുപേർ ആരും ആവട്ടെ, ആരായാലും അവർ തമ്മിൽ സ്നേഹത്തിൽ ആരംഭിച്ച് മിക്കവാറും
വളരെ വലിയ മോശപ്പെട്ട അവസ്ഥയിലോട്ട് എത്തുന്നു. എല്ലാവരും അങ്ങനെ എത്തുമെന്നല്ല, പലരും സഹിച്ച് കടിച്ചു പിടിച്ചൊക്കെയാണ്. നമ്മുടെ സംസ്കാരത്തിൽ കടിച്ചു പിടിച്ച് ജീവിക്കണമെന്നുള്ളത് കൊണ്ട് അമേരിക്കയിലെ യൂറോപ്പിലാണെങ്കിൽ മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കും. കുറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയെ കൊടുത്ത് കാര്യങ്ങൾ തീരും. നമ്മൾ അങ്ങനെയല്ല, പരമാവധി മരണം വരെ കൊണ്ടുപോകണമെന്ന് നമ്മുടെ മതം പഠിപ്പിക്കുന്നു, സംസ്കാരം പഠിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ സഹിച്ച് വളരെ ബുദ്ധിമുട്ടി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും പറ്റാതെ പോകുന്നു. ആ ഉള്ളിലാണെങ്കിൽ അമർഷവും ദുഃഖവും മാത്രം. ജീവിതം ഒരിക്കലും സന്തോഷമായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹബന്ധം അതീവ സന്തോഷകരമായി, അതീവ ഉന്മേഷദായകമായി ആരംഭിച്ച സ്നേഹം കടുത്ത നിരാശയും മടുപ്പിക്കുന്നതും വെറുപ്പിക്കുന്നതുമായി മാറുന്നു. ഒടുവിൽ എങ്ങനെയെങ്കിലും സ്നേഹബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്നാണ് അവസ്ഥ. മക്കളും അമ്മയും തമ്മിൽ വരെ ഈ അവസ്ഥയിലെത്തും. മകളും അമ്മയും തമ്മിൽ, മകനും അച്ഛനും തമ്മിൽ, അതായത് ഏറ്റവും പവിത്രമായ ബന്ധങ്ങൾ പോലും അവസാനം ഇങ്ങനെ എത്തും. രണ്ട് വലിയ കടുത്ത ശത്രുക്കളായി മാറുന്നു. ഒന്നാം തരം സ്നേഹത്തിൽ ആരംഭിച്ച ബന്ധങ്ങൾ അത് പൂർണ്ണമായ നാശത്തിൽ അവസാനിക്കുന്നു. ഒരാൾ മറ്റൊരാളിനെ കൊല്ലുന്ന എത്രയോ ഉദാഹരണങ്ങൾ, കൊലപാതകങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്ന ഒരു ബന്ധമാണ് ഈ ഒടുവിൽ ഈ സ്നേഹം. ഇതിനെയും നമ്മൾ സ്നേഹമെന്നാണ് വിളിക്കുന്നത്. വാസ്തവത്തിൽ ഇത് സ്നേഹം തന്നെയാണ്. പക്ഷെ ഈ സ്നേഹത്തിനെയാണ് ഈ ലോകത്തിൽ സ്നേഹം എന്ന് കരുതി നമ്മൾ കരുതുന്നത്. പക്ഷെ ആ സ്നേഹം എൻഡ് ചെയ്യുന്നത് മിക്കവാറും ഇങ്ങനെയായിരിക്കും. അഥവാ കൊലപാതകം നടന്നില്ലെങ്കിലും തകർന്നില്ലെങ്കിലും തമ്മിലുള്ള വളരെ ദുർബലമായ, തകർന്ന തരിപ്പണമായ ഒരു ബന്ധമായിരിക്കും ഈ പറയുന്ന ആൾക്കാർ തമ്മിൽ അവശേഷിക്കുക. ആകെ ഈ ചെകുത്താനും കടലിനും നടുവിൽ, ഇൻ ബിറ്റ്വീൻ ഡെഡ് സീ ആൻഡ് ഡബിൾ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഈ സ്നേഹബന്ധത്തിൽപ്പെട്ട മനുഷ്യർ വന്നുപെടുന്നത്. സർവ്വ മനുഷ്യർക്കും ഇത് ബാധകമാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ പൊതുവെ മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മനുഷ്യൻ ഏകാന്ത ജീവി അല്ല. അങ്ങനെയാണെങ്കിൽ സന്യാസിയാകുന്ന അവസ്ഥയിലെത്തണം. അപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല. അവിടെയും മഠങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നത്. വളരെ അപൂർവം ആൾക്കാരാണ് ഏകാന്ത ജീവിതം നയിക്കുന്നത്. ഏകാന്ത ജീവിതം നയിക്കാൻ പറ്റാത്തത് കൊണ്ട്, കുടുംബജീവിതമാണ് മനുഷ്യന് പൊതുവെ ഫേവറബിൾ ആയതുകൊണ്ട് പെട്ടുപോയി എന്ന അവസ്ഥയിൽ കൈവിടാനൊക്കാത്ത രീതിയിൽ വളരെ കഷ്ടതയോടുകൂടിയാണ് ഈ ബന്ധങ്ങൾ ഒടുവിൽ മുന്നോട്ട് പോകുന്നത്. നരകയാതനയിൽ ജീവിതം നയിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ സ്നേഹം എത്തിച്ചേരുന്നത്. ഈ രണ്ടാമത് പറഞ്ഞ, അതായത് നമ്മുടെ ഭൂമിയിൽ നിലവിലിരിക്കുന്ന മനുഷ്യ സ്നേഹം, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബന്ധങ്ങൾ തമ്മിലുള്ള സ്നേഹം, അത് നല്ല രീതിയിൽ ആരംഭിക്കുകയും കുറേയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ഒടുവിൽ വളരെ മോശമായി അവസാനിക്കുകയും ചെയ്യുന്നതാണ് പൊതു സ്വഭാവം. ചിലത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ പോകുന്ന എത്രയോ ബന്ധങ്ങളുണ്ട്. പക്ഷെ അത് എണ്ണത്തിൽ പൊതുവെ കുറവാണ്. ഒടുവിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് എത്തുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയൊരു മൂന്നാമത്തെ സ്നേഹമുണ്ട്, രൂപമുണ്ട്. സ്നേഹത്തിന് മൂന്നാമതൊരു രൂപമുണ്ട്. ഇത് എവിടെന്നെങ്കിലും പ്രത്യേകിച്ച് വരുന്നതല്ല, എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാ. ആ മൂന്നാമത്തെ രൂപത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ ഈ രണ്ടാമത്തെ സ്നേഹം ഒരിക്കലും നശിക്കില്ല. ഈ രണ്ടാമത്തെ സ്നേഹം ഒരിക്കലും ഇല്ലാതാവില്ല. ഈ മൂന്നാമത്തെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. നമ്മൾ ഈ മൂന്നാമത്തെ സ്നേഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല, കേൾവി പോലുമില്ല. ഈശ്വരനാണ് സ്നേഹം, സ്നേഹമാണ് ഈശ്വരൻ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്നൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളുമായി അതിനൊരു ബന്ധവും ഇല്ലെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിന് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. കൗമാരപ്രായത്തിൽ സ്നേഹം തുടങ്ങിയാൽ, അത് കാമുകന്മാരായാൽ, അത് ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നാൽ, അതല്ല മാതാപിതാക്കളായാൽ, കുഞ്ഞുങ്ങളായാൽ, അമ്മയും കുഞ്ഞുമായാൽ, സുഹൃത്തുക്കളായാൽ, ആരായാലും ആ സ്നേഹം നിലനിർത്താൻ പറ്റും. അത് പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കി ജീവിക്കണം. അവിടെയാണ് ഇതൊക്കെ ജീവിത പാഠങ്ങൾ പഠിക്കാനുള്ള ഗുണം. മനസ്സിലാക്കിയാൽ അതും നമുക്ക് നിലനിർത്താം. തമ്മിൽ അടിക്കാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ അവിടെ ശരിക്കും ഈശ്വര വിശ്വാസം വേണം,
ഭഗവാന്റെ സഹായം വേണം. നമ്മൾ ജീവിതത്തിനെ മുഴുവൻ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഇപ്പോൾ പറയുന്ന രീതിയിൽ വീക്ഷിക്കണം. അത്രയേ ഉള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് പൈസ ചെലവൊന്നുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക. മൂന്നാമത്തെ സ്നേഹം, സ്നേഹത്തിന്റെ മൂന്നാമത്തെ ലെവൽ, അല്ലാതെ 3 സ്നേഹമൊന്നുമില്ല. സ്നേഹത്തിന്റെ അടുത്ത വേറൊരു സ്റ്റേജ്, അതിനെ നമ്മൾ പരിശുദ്ധ സ്നേഹമെന്ന് വിളിക്കാം. പരിശുദ്ധ സൗഹൃദ സ്നേഹം. നേരത്തെ പറഞ്ഞ ബന്ധങ്ങൾ തമ്മിലടിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ഒരു പരിശുദ്ധമായ സൗഹൃദ സ്നേഹം. അതിന് വേറെ പേര് കൊടുക്കാം ആത്മസ്നേഹം. ഇനിയൊരു പേര് കൊടുക്കാം ദിവ്യ സ്നേഹം. ദിവ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ദൈവവുമായി ബന്ധപ്പെട്ടതാണെന്ന്. അങ്ങനെയല്ല, ഉന്നതമായ അർത്ഥം എന്നേ ഉള്ളൂ. ആത്മസ്നേഹം എന്ന് പറഞ്ഞാലും നമുക്ക് ചെറിയ പേടി വരും. അതെന്ത് സ്നേഹം? നമ്മൾ ഒരു ദിവസം 300 തവണ ആത്മ എന്ന വാക്ക് ചേർത്ത് പറയുന്നുണ്ട്. ആത്മാർത്ഥമായ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആത്മ ചേർക്കും. പക്ഷേ ആത്മ എന്ന വാക്ക് മാത്രം കേൾക്കുമ്പോൾ ഒന്ന് പേടിക്കും. ആത്മാവ് അത് അത്ര നമുക്ക് പറ്റുന്നതല്ല. ആത്മസ്നേഹം അത് യോഗിമാർക്കും ഋഷിമാർക്കും ദൈവത്തിനുള്ളതാണെന്ന് തോന്നും. അങ്ങനെയല്ല. ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാം. മൃഗവും മനുഷ്യരും ഈ ഋഷിയും യോഗിയും എല്ലാം നമ്മളെപ്പോലുള്ള ആൾക്കാർ തന്നെ അതൊക്കെ ആവുന്നത്. ഈവൻ ദേവീ ദേവന്മാര് തന്നെ പിന്നെ നമ്മൾ തന്നെയാണ് ആവുന്നത്. ദിവ്യ സ്നേഹം. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ലൈറ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശുദ്ധമായ സൗഹൃദ സ്നേഹം, അങ്ങനെ ഒരു പേരാണ് കൊടുക്കാൻ പറ്റുന്നത്. ശുദ്ധമായ, പരിശുദ്ധം എന്ന് പറഞ്ഞാലും കൂടി പോകും. ശുദ്ധമായ സൗഹൃദ സ്നേഹം. അത് നേരത്തെ പറഞ്ഞ സ്നേഹം തന്നെ അത് വളർത്തിയെടുത്താൽ മതി. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും നല്ല വലിയ ഹോട്ടലിൽ പോയി വാങ്ങാൻ പറ്റുന്നതല്ല. നേരത്തെ പറഞ്ഞ സ്നേഹത്തിൽ നിന്ന് അടുത്ത പടിയാണ് ശുദ്ധമായ സൗഹൃദ സ്നേഹം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് മനുഷ്യ സ്നേഹം, മാനസിക സ്നേഹം, അതാണ് രണ്ടാമത് പറഞ്ഞത്. ആ മാനസിക സ്നേഹം അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം എന്നെന്നും നിലനിൽക്കുന്ന സംഘർഷരഹിതമായ ആത്മസ്നേഹമാകുമ്പോൾ അത് ശുദ്ധമായ സൗഹൃദ സ്നേഹമാകും. നേരത്തെ ഉള്ളതിനെ തന്നെ നിലനിർത്തുന്നതാണ്, അല്ലാതെ വേറെ കൊണ്ടുവരുന്നതല്ല. കാര്യം മനസ്സിലാക്കി ജീവിക്കുക. സ്നേഹിക്കുന്നതും ജീവിക്കുന്നതും പെരുമാറുന്നതും എല്ലാം മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ സ്നേഹത്തിന്റെ പൂർണ്ണ അവസ്ഥയാവും. അവിടെ ഈശ്വരൻ ഇടപെടും. ഈശ്വരനും കൂടെ സഹായിക്കും. ഈ പ്രകൃതി സഹായിക്കും. ഈ പ്രപഞ്ചം സഹായിക്കും. നമുക്ക് വലിയ സംഘർഷങ്ങളും ടെൻഷനും ഇല്ലാതാകും.